കഴിഞ്ഞ ചലഞ്ച് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയെന്ന് കരുതുന്നു. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ചലഞ്ച് 60 കമൻറ്റാ. ഓക്കെ, ഒരാളാക്കണ്ട, നമുക്ക് വീഡിയോയിലൊക്കെ എടുക്കാം. നമ്മുടെ കൈസം പറയുന്നതാണ്, റുംറു ഞാൻ ഒരു സോഡ് ഉണ്ടാക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടു, പക്ഷെ നീ 20 സോഡ് ഇതാന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയ നീ ഭയങ്കര സംഭവമാണ്. നമ്മുടെ റുംറു ഇതെല്ലാം കേട്ടിട്ട് പറയുന്നതാണ്, ഏയ് നീ ഉണ്ടാക്കിയ സോഡ് ഞാൻ എൻ്റെ മാജിക്കൽ പവേഴ്സ് ഉപയോഗിച്ചിട്ട് 20 ആക്കിയെന്നേ ഉള്ളൂ, അല്ലാണ്ട് അത്ര വലിയ കാര്യമൊന്നുമല്ലാന്ന്. നമ്മുടെ കൈസം പറയുന്നതാണ്, അത് ശരി, എന്നാൽ പിന്നെ ഒരു ദിവസം നിനക്കൊരിക്കലും കോപ്പി ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സോഡ് ഉണ്ടാക്കുന്നു. അപ്പോൾ റുംറു പറയുന്നുണ്ട്, ആയിക്കോട്ടേന്ന്. പിന്നീട് ഒരു എൽഫ് റിമുറുവിനോട് ഡ്രിങ്ക് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. റിമുറു പറയുന്നതാണ്, നിങ്ങളുടെ കൈ കൊണ്ട് ഡ്രിങ്ക് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് ടേസ്റ്റ് ആവാനും പറ്റില്ല എന്ന്. അങ്ങനെ എൽഫ് ആ ഡ്രിങ്ക് കൊടുത്ത് റിമുറു കുടിക്കുന്നതാണ് കാണിക്കുന്നത്. അവരവിടെ ആഘോഷിക്കുന്നതാണ്. നമ്മുടെ ഗോപ്ത പക്ഷേ ഇപ്പോഴും ആ വലയിൽ തന്നെ കുടുങ്ങി കിടന്നുറങ്ങുന്നതാണ്. പിന്നീട് ഒരാൾ ചോദിക്കുന്നതാണ്, റിമുറു നീ ഇത് ട്രൈ ചെയ്യുന്ന ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. റിമുറു പക്ഷേ വേറെ എന്തെല്ലോ ആണ് ചിന്തിച്ചത്. റിമുറു പറയുന്നത്, നിങ്ങളെ ഇഷ്ടം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ട് അവർ പറയുന്നതാണ്, ഭാവി കാലം നോക്കാൻ പറ്റുന്ന ഒരു തരം ഡയമണ്ട് അത് അവരുടെ കയ്യിലുണ്ടായിരുന്നു. അവർ പറയുന്നത്, നിന്റെ ഫ്യൂച്ചർ പാർട്ട്ണറാണ് നമുക്ക് നോക്കിയാലോ എന്ന്. എന്നിട്ട് അവർ നോക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരമാണ് നമുക്കതിൽ കാണിക്കുന്നത് 5 കുട്ടികളെയും ഒരു പെണ്ണിനെയാണ് കാണിക്കുന്നത്. പിന്നെ ആ ബോൾ തിളങ്ങി അതിൻ്റെ അകത്തുനിന്നൊരു പെണ്ണിൻ്റെ മുഖമാണ് കാണിക്കുന്നത്. ആ പെണ്ണ് ശരിക്കും റുംറുവിൻ്റെ പാർട്ട്ണറാണ്, ലൈഫ് പാർട്ട്ണറാണ് അവർ പറയുന്നത്. റുംറു ഇത് കണ്ടിട്ട് പറയുന്ന, ഇവിടെ ശരിക്കും കാണാൻ ഒരു ജാപ്പനീസ് കൾച്ചറിലുള്ള പെണ്ണിനെ പോലെ ഉണ്ടല്ലോ എന്ന്. അവിടത്തേക്ക് മിനിസ്റ്റർ വെസ്റ്റയാണ് വരുന്നത്. ആ വെസ്റ്റ് എന്നിട്ട് പറയുന്നതാണ് കൈസനോട്, ഞാൻ നിനക്ക് സോഡ് 20 ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ല, അത് നീ ഉണ്ടാക്കാണില്ലല്ലോ, എനിക്ക് ഇവിടെ വന്നിട്ട് ആഘോഷിക്കുന്നതെന്ന്. അപ്പോൾ കൈസൻ പറയുന്നതാണ്, ഇല്ല ഞാൻ 20 സോഡ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടെന്ന്. മിനിസ്റ്റർ അന്തം വിട്ട് ചോദിക്കുന്നത്, എന്ത്? പിന്നെ പറയുന്നതാണ്, നമ്മുടെ സ്ലൈമിനെ കണ്ടിട്ട് ഈ ലോ ലെവൽ സ്ലൈമിനെ ആരാ ഇങ്ങോട്ട് കയറാൻ പറ്റി, പിന്നെ സ്ലൈമിനെ എല്ലാം കയറാൻ വിടുമെന്ന് അവിടെയുള്ളൊരു എൽഫിനോട് ചോദിക്കുന്നതാണ്. എൽഫാണെങ്കിൽ ഇവരെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ജ്യൂസ് എടുത്ത് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. ആ ജ്യൂസ് എടുത്തിട്ട് എന്ത് ചെയ്ത് നമ്മുടെ സ്ലൈമിൻ്റെ തലയിലേക്ക് കൂടി വയ്ക്കുന്നതാണ്. റിസർച്ച് പറയുന്നതാണ്, നിങ്ങൾ 7% ആൽക്കഹോൾ അബ്സോർബ് ചെയ്തെന്ന്. ഐസൻ ഇതുകൊണ്ട് ദേഷ്യം പിടിച്ച അവൻ്റെ മൂക്കിൽ തന്നെ, അവൻ്റെ മുഖത്ത് തന്നെ ഒരു പഞ്ച് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് പറയുന്നതാണ്, എൻ്റെ ഗസ്റ്റായ റിംറൂവിനെ നീ ഏത് വകയിലെ ശല്യപ്പെടുത്തുവാന്ന്. എന്നിട്ട് റിമുറുവിനോട് പറയുന്നതാണ്, ഞാൻ നിൻ്റെ ഒപ്പം വരാൻ സമ്മതമാണ്, എനിക്ക് പൂർണ്ണ സമ്മതം. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ റുമുറു പിന്നെ 4 ബ്രദേഴ്സ് ഇവരെല്ലാം കൂടിയിട്ട് അവർ ജയിലിലേക്ക് കൊണ്ടുവന്നതാണ്. എല്ലാവരും പിന്നീട് ജയിലിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ ഗോപ്ത ഇപ്പോഴും അവിടെ തൂങ്ങിക്കിടന്ന് ഉറങ്ങുന്നതാണ്. അവരെല്ലാവരും പറയുന്നതാണ്, ഇനി നമ്മളെ കോർട്ടിൽ ട്രയലിനാണ് വിടുക പറയുന്നതാണ്. വെസ്റ്റ് അത്രയും വൃത്തിയായിട്ടാനൊന്നല്ല, ഓന് കിട്ടേണ്ടതിനെ കിട്ടിയേ, പക്ഷെ ഓന് നല്ല റിസർച്ചറായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായ സ്ഫോടനം കാരണം കുറേ നാശനഷ്ടങ്ങളുണ്ടായി. അതിൻ്റെ എല്ലാം കാരണം അന്യാക്കിയോനെ. അതുകൊണ്ട് എന്ത് ചെയ്ത് ഓനെക്കാട്ടും വലിയ പോസ്റ്റുള്ള ഞാനൊരു ഇതേപോലത്തെ ഒരു നോർമൽ സോഡ് സ്മിത്ത് ആയിന്ന്. ഡിസംബർ എന്നാണ് റിമുറു, ഞാൻ ഇനി എന്ത് വന്നാലും നിൻ്റെ ഒപ്പം തന്നെ ഉണ്ട്, ബാക്കി 4 ബ്രദേഴ്സും പറയുന്നതാണ് നമ്മളും ഉണ്ടെന്ന്. കൈസം പറയുന്നത്, നമ്മളിരുന്ന് അങ്ങനെ രക്ഷപ്പെടുന്നു. റിമുറു പറയുന്നത്, നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നു. പിന്നീട് ആ കോർട്ടിലുള്ള സീനാണ് കാണിക്കുന്നത്. റിമുറുവിനെ അവർ ചങ്ങലയിട്ട് കെട്ടിയതാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ രാജാവിനെയാണ് കാണിക്കുന്നത്. കിങ് അഥവാ ഹീറോ കിങ് എന്ന പേരിലാണ് ഇവനെ അറിയപ്പെടുന്നത്. പിന്നീട് ജഡ്ജിനെയാണ് കാണിക്കുന്നത്. പിന്നെ അവിടുത്തെ നമ്മുടെ വെസ്റ്റേൻ്റെ സൈഡിലുള്ള വക്കീൽ പോലത്തെ ആൾ അവർ പറയുന്നതാണ്, നമ്മുടെ പാവം വെസ്റ്റേനെ അവർ വെറുതെ അവിടെ വന്ന വെസ്റ്റേനെ വെറുതെ പിടിച്ചടിക്കുമല്ലോ ചെയ്ത്, വെസ്റ്റേൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പക്ഷെ കുറേ കൈക്കല ഒടിവുള്ള പോലെ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കൈസൻ പക്ഷെ മുഖത്ത് മാത്രമേ അടിച്ചിട്ടുള്ളൂ. കിങ് കൈസനോട് ചോദിക്കുന്നതാണ്, കൈസൻ എങ്ങനെയുണ്ട്, സുഖം തന്നെയല്ലേന്ന്. അപ്പോൾ എല്ലാവരും കുരിഞ്ഞ് കൈസൻ പറയുന്നതാണ്, യെസ് സുഖം തന്നെയാണെന്ന്. അപ്പോൾ കിങ് പറയുന്നതാണ്, നീ നിൻ്റെ പോസ്റ്റിലേക്ക് തിരിച്ചു വന്ന്. അപ്പം നമ്മുടെ കൈസൻ പറയുന്നതാണ്, ഇല്ല എൻ്റെ പുതിയ മാസ്റ്റർ റിമുറു ആണ്. അപ്പോൾ ഇതെല്ലാം കേട്ട കിങ് പറയുന്നതാണ്, നീ പക്ഷേ ഈ കിങ്ഡത്തിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന്. പിന്നീട് കിങ് വെസ്റ്റേനോടാണ് പറയുന്നത്, വെസ്റ്റ നീ എന്ത് തെറ്റാ ചെയ്തതെന്ന് അറിയോ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ ഈ രാജ്യത്തിൻ്റെ നന്മയെ കരുതിയിട്ടുള്ളൂ എന്ന്. പിന്നീട് ഒരു പോർഷനായിട്ട് അങ്ങോട്ട് വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട വെസ്റ്റ പറയുന്നതാണ്, ഇംപോസിബിൾ, 100% ഹീലിംഗ് ഉള്ള പോർഷനാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു പോർഷൻ കണ്ടുപിടിച്ചിട്ട് തന്നെ ഇല്ലല്ലോ. അപ്പോൾ വെസ്റ്റേനോട് കിങ് പറയുന്നതാണ്, ഈ പോർഷൻ തന്ന തന്നെ ആ സ്ലൈമാണ്. അത് കേട്ട വെസ്റ്റ കരയുന്നതാണ് കാണിക്കുന്നത്. വെസ്റ്റ പറയുന്നത്, ഇത്രയൊരു യൂണീക്ക് സ്ലൈമാന്ന് ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഇങ്ങനത്തെ തെറ്റ് ഇനിമുതൽ ചെയ്യില്ല എന്നാണ് വെസ്റ്റ പറയുന്നത്. ഇന്ന് പക്ഷേ വെസ്റ്റേൻ്റെ പോസ്റ്റിൽ നിന്ന് കളയാണ് ചെയ്യുന്നത്. അപ്പം വെസ്റ്റേൻ്റെ പോസ്റ്റും പോയി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൈസനെല്ലാം. കൈസൻ, സ്ലൈം, പിന്നെ 3 ബ്രദേഴ്സ് അവരെല്ലാവരും കൂടി പോകാൻ നോക്കുന്നതാണ്. പിന്നീട് സ്ലൈം പറയുന്നതാണ് കാണിക്കുന്നത്, നിങ്ങളാരും പേടിക്കണ്ട, നിങ്ങളെല്ലാം ഞാൻ നല്ല രീതിയിൽ നോക്കിക്കോളുന്നു. പിന്നീട് അവർ പോകുന്നതാണ് കാണിക്കുന്നത്. 4 ചേട്ടനിയന്മാരും നമ്മുടെ റിമുറുവിൻ്റെ ഒപ്പം ആ സിറ്റിയിലുണ്ടാവും. എന്നാൽ നമുക്ക് ഇന്നത്തേക്കുള്ള എപ്പിസോഡ് കഴിഞ്ഞെന്ന് പ്രഖ്യാപിക്കുന്നു. ഓക്കെ, ബൈ.